എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു നാച്ചുറൽ പച്ചിലത്താളി റെഡിയാക്കാം കേട്ടോ. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. പച്ചിലത്താളി പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ മുടി നന്നായി വളരാൻ വേണ്ടിയിട്ട് അവരുപയോഗിച്ചിരുന്ന ഒരു താളിക്കൂട്ട്. അതിൽ ചിലതൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടാനില്ല. അതായത് ഉഴിഞ്ഞ, അതേപോലെ തന്നെ അത്തരം സാധനങ്ങളൊക്കെ കിട്ടാനില്ല. ഇവിടെ ഉഴിഞ്ഞുണ്ട്, ഞാനിവിടെ വളർത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അത് ഇതിൽ സ്കിപ്പ് ചെയ്യാണ്. ഉഴിഞ്ഞതിൽ കാണിക്കണില്ല. ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഉഴിഞ്ഞുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ചെമ്പരത്തിയുടെ മുട്ടും ചെമ്പരത്തിയും, ചുമന്ന 5 തൾ ചെമ്പരത്തിയുടെ മുട്ടും ചെമ്പരത്തിയുടെ ഇലയും ഒരു ബൗളിലെടുത്തു. പിന്നെ മുരിങ്ങയുടെ ഇല ഒരു ബൗളിലെടുത്തു. പിന്നെ കേശവർദ്ധിനി, ഇത് എല്ലാവർക്കും ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ കിട്ടാത്തവർ ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. കേശവർദ്ധിനിക്ക് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനോട് ചുറ്റും എന്താണ് കിട്ടണമെങ്കിൽ അത് എടുത്തോളൂ. കേശവർദ്ധിനിയാണ് എനിക്ക് ഇത്തിരി കൂടി എഫക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കേശവർദ്ധിനി എടുത്തേക്കണത്. പിന്നെ എടുത്തേക്കണത് ആര്യവേപ്പ്. ആര്യവേപ്പ് എന്താണെങ്കിൽ തല നന്നായി ചൊറിയുന്നുണ്ട് എന്നൊക്കെ പറയില്ലേ, അത്തരം ആൾക്കാർക്ക് ആര്യവേപ്പ് നമുക്ക് നല്ലതാണ് കേട്ടോ. അതുകൂടാതെ എടുത്തേക്കണത് ഒരു ബൗളിൽ, ചെറിയൊരു ബൗളിൽ കുറച്ച് ഉലുവ. പിന്നെ എടുത്തേക്കണത് നമ്മുടെ ഇതിനെ പറയുക, ചെറുപയർ. ഈ ചെറുപയർ എങ്ങനെ ചെയ്യണമെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതിൻ്റെ വെള്ളം വേണം എടുക്കാൻ. അതുപോലെ തന്നെ ഉലുവ അത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നന്നായി ഞരടി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി അത് വെള്ളത്തിലിടാൻ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതെന്താ ചെയ്യാൻ പോകണമെങ്കിൽ പൊടിച്ചിട്ട് ആ പൊടി, നിങ്ങളിപ്പോൾ മറന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ, പൊടിച്ചിട്ട് ആ പൊടി നമ്മൾ ഇത് ജ്യൂസാക്കാൻ, ആദ്യം ഇത് ജ്യൂസാക്കിയിട്ട് ആ ജ്യൂസിനെ നന്നായി തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായി ജ്യൂസാക്കിയിട്ട് വരാം, മിക്സിയിലടിച്ച് ജ്യൂസാക്കിയിട്ട് വരാം. അപ്പോൾ ഇത് രണ്ടും ജ്യൂസാക്കണാട്ടി മുന്നേ ഇത് രണ്ടും നന്നായി പൊടിച്ചെടുക്കുക. ആ പൊടിച്ചെടുത്തിട്ട് ജ്യൂസിലേക്ക് തിളപ്പിക്കുമ്പോൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കിത് അരച്ചിട്ട് വരാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായി അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഒരു സ്റ്റവിൽ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് തിളച്ചാൽ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം കുറച്ച് വെള്ളമല്ലേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ, മിക്സിയിലിട്ട് അരയ്ക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി നന്നായി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം അതിനെ തിളപ്പിച്ചെടുക്കാൻ. ഇതൊരു 6 മാസം വരെയൊക്കെ നമുക്ക് പുറത്ത്, ഫ്രിഡ്ജിലല്ലാതെ പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ, നല്ല താളിയായിട്ട്. അപ്പോൾ ഇനി സ്റ്റവ് ഓണാക്കിയിട്ട് നന്നായി തിളപ്പിക്കുക. തിളയ്ക്കണ സമയം കൊണ്ട് ഞാൻ ചെറുപയറും ഉലുവയും പൊടിച്ചിട്ട് വരാം. അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്നതിലേക്ക് നമ്മൾ പൊടിച്ചു കൊണ്ടുവന്ന ഉലുവയും ചെറുപയറിൻ്റെയും രണ്ടും കൂടിയുള്ള പൊടി നമ്മളിതിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കട്ട കെട്ടാതെ നന്നായി ആ കട്ടൊക്കെ നന്നായി ഉടച്ചു കൊടുക്കണം. നല്ല തിക്നെസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം എപ്പോഴും ചെമ്പരത്തി അരച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടാവും, ഒരു പൾപ്പ് പോലെ കിട്ടുക. അപ്പോൾ അത് ഷാമ്പു അല്ലെങ്കിൽ നമുക്ക് താളി പരുവത്തിലേക്ക് കിട്ടണമെങ്കിൽ തിളപ്പിച്ചെടുക്കുക തന്നെ വേണം. പിന്നെ കേടുവരാതിരിക്കണമെങ്കിലും തിളപ്പിച്ചെടുക്കുകയാണ് നല്ലത്. കണ്ടില്ലേ, നാച്ചുറൽ ഷാമ്പു ആയി, കണ്ട അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ. എന്തിനാ താരനൊക്കെ ഉണ്ടെങ്കിൽ പോവാനാണ്. പൊടിയായിട്ട് ഉപയോഗിക്കുമ്പോൾ, അതായത് ചെറുപയറൊക്കെ പൊടിയായിട്ട് ഉപയോഗിക്കുമ്പോൾ താരൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് ഞരടി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമാണ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ താളിലേക്ക് ഒഴിക്കണമെങ്കിൽ ഇത്തിരി കൂടി ബെനിഫിറ്റ് കിട്ടും കേട്ടോ. കണ്ടോ, ഇതിലൊന്നും നമ്മൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഇല അരച്ചതിൻ്റെയാണത്. നിങ്ങൾക്ക് ഓരോ മാസത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ മതി. 6 മാസമൊക്കെ ദൂരയാത്രയുള്ള ആൾക്കാർ, ജോലിക്കാർ, അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ വീട് വിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ 6 മാസത്തിനൊക്കെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അതിൽ നമ്മൾ വൈറ്റമിൻ അസറ്റിയേറ്റും കൂടി ഒരു 5 ml ആഡ് ചെയ്യാം. അതേപോലെ തന്നെ 5 ml ഫിനോക്സി എത്തനോൾ
അത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഫിനോക്സി എത്തനോൾ അതും 5 ml ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നോർമലായിട്ട് നമ്മുടെ പുറത്ത് വെക്കാം കേട്ടോ. അതായത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജ് ഇല്ലാത്ത ആൾക്കാരെ കാര്യം പറയുകയാണ്. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. വിറ്റാമിൻ അസറ്റിയേറ്റ്, വിറ്റാമിൻ എ തൊട്ടിട്ട് ഡി വരെയൊക്കെ ഉള്ളതാണ് വിറ്റാമിൻ അസറ്റിയേറ്റ്. അത് മുടി ഗ്രോത്ത് വരാനും സ്മൂത്തായിരിക്കാനും നല്ലതാണ്. അതേപോലെ തന്നെ ഫിനോക്സി എത്തനോൾ ഇത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ജ്യൂസാണല്ലോ ആഡ് ചെയ്ത് എടുക്കണത്, പച്ചിലകളുടെ ജ്യൂസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് കേട് വരാതിരിക്കാൻ നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര തിക്കനസ്, ശരിക്കും ഷാമ്പൂവിൻ്റെ ആ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇനി നിങ്ങൾക്ക് പത വേണം, ഇത് ആഴ്ചയിൽ എല്ലാ ദിവസവും തലയിൽ തേച്ച് കൊടുത്തിട്ട് കഴുകി കളയാം. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. മേലൊക്കെ കഴുകണ സോപ്പൊക്കെ തേക്കണ സമയം കൊണ്ട് തലയിൽ ഇത് തേച്ച്, തണവ് ഒരുപാട് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ചെറുപയറും ഉലുവയും ഒഴിവാക്കണം കേട്ടോ. ഒരുപാട് തണവാണ് ജലദോഷമാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ ചെറുപയറും ഉലുവയും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട്, ഷാമ്പൂ ബോട്ടിലാക്കിയിട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഇനി പത വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് CAPB ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഫൈനൽ സ്റ്റേജ്, അതായത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം CAPB ആഡ് ചെയ്ത് കൊടുത്താൽ പത ആയി. CAPB അതും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ, CAPB എന്താണെന്നുള്ളത്. അപ്പം അത് വേണമെന്നുള്ളവരെ കാര്യമാണ് പറയണത്. അപ്പം നമുക്കിവിടെ ആ ഷാമ്പൂവിൻ്റെ അതേ ഒരു കണ്ടോ, നല്ല തിക്നെസ്സിൽ കറക്റ്റ് നാച്ചുറൽ ഷാമ്പു കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല. ഇലകൾ മാത്രമാണ്, ഇലകളുടെ നീര് നിങ്ങൾ കണ്ടുല്ലോ, എല്ലാം ഇലകളുടെ നീരാണ് എടുത്തേക്കണത്. എന്നിട്ട് ഇത് നന്നായി ആറിയിട്ട് വേണം CAPB ആയാലും വൈറ്റമിൻ ഇ ആയാലും ഫിനോക്സി എത്തനോൾ ആയാലും ഇതെല്ലാം തണുത്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. CAPB ചൂട് തീരെ ചൂട് ഇങ്ങോട്ട് മാറനാട്ടി തൊട്ട് മുന്നേ ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റമിൻ ഇയും ഫിനോക്സിയൊക്കെ നന്നായി തണുത്തതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കണ ആൾക്കാരാണെങ്കിൽ ഫിനോക്സി ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഫിനോക്സി കേട് വരാതിരിക്കാനാണ് ഫിനോക്സി എത്തനോൾ ആഡ് ചെയ്യാൻ പറയണത്. ഈ മറ്റൊരു പാത്രത്തിൽ ഇങ്ങനെ ഒരു അരിപ്പൊക്കെ വെച്ചിട്ട് അതിൽ തുണി വിരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ തുണിയൊന്നും വെക്കണില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായി തണുത്തതിന് ശേഷം മാത്രം കുട്ടികൾക്ക് പോലും കേട്ടോ, ചെറിയ കുട്ടികളില്ലേ, ഒരു 2 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം. 1 വയസ്സും 2 വയസ്സ് വരെ പരമാവധി ഷാമ്പു ഇത് ഉപയോഗിക്കാം. ഇത് കുഴപ്പമില്ല, കുഞ്ഞു കുട്ടികൾക്ക് ഹെയർ ഗ്രോത്തിന് നല്ലതായിട്ട് ഉപയോഗിക്കാം. ഇത് നമ്മൾ മറ്റുള്ളതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഹെയർ ഗ്രോത്ത് ഇല്ലാതെ ഒട്ടേറെ പേര് പറയേണ്ട ഒരു പ്രശ്നമാണ് മുടി ഇല്ല, മുടി കൊഴിഞ്ഞ് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഷാമ്പു ഉപയോഗിക്കണ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുണ്ടാവും, ഇത് നല്ല ഇതിന് ശരിക്കും ആ ഒരു ഷാമ്പു ലുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചെമ്പരത്തിലെല്ലാം അരച്ച് ചേർക്കുക തന്നെ വേണം. അപ്പോൾ അതിന് നന്നായി അരിച്ചെടുത്തിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുക. ഒരു തോർത്തുമുണ്ടിലേക്ക് ഒഴിച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഷാമ്പൂവിൻ്റെ ഫൈനൽ സ്റ്റേജ്. നമ്മൾ ഷാമ്പൂ നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചിട്ട് എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു
നമുക്ക് കിട്ടണ ആ ഒരു ലോഷൻ പോലെ കിട്ടണ ആ ഒരു ഷാമ്പു മിക്സ് ചെയ്താൽ കിട്ടില്ലേ, അതേപോലെ അതിനും കാട്ടി നല്ല തിക്നെസ്സോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കേടുവരാതിരിക്കാനാണ് അരിക്കാൻ പറഞ്ഞത്. എല്ലാവർക്കും അന്നന്ന് ഉണ്ടാക്കണത് പ്രായോഗികമല്ല. അപ്പോൾ അരിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും. കണ്ടോ, തിക്നെസ് കറക്റ്റ് തിക്നെസ്സാണ് നമ്മുടെ ഷാമ്പൂവിൻ്റെ. ഇതിലേക്ക് ഇനി ചൂടാറിയതിന് CAPB ആഡ് ചെയ്യുമ്പോൾ അല്പം ചെറിയൊരു ചൂടുണ്ടാവാം. വിറ്റമിൻ അസറ്റിയേറ്റ്, വിറ്റമിൻ ഇ അല്ല കേട്ടോ. എല്ലാവരും പറയാറുണ്ട് വിറ്റമിൻ ഇ അല്ല വേണ്ടത്, വിറ്റമിൻ അസറ്റിയേറ്റ് ആണ് വേണ്ടത്. ബോട്ടിൽ എനിക്കിവിടെ അതിൻ്റെ പേരൊക്കെ മാഞ്ഞു പോയി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നായിരുന്നു. വിറ്റമിൻ അസറ്റിയേറ്റ്, ഫിനോക്സി എത്തനോൾ. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് ചെയ്തിടാം കേട്ടോ. ഫിനോക്സി എത്തനോളും വിറ്റാമിൻ അസറ്റിയേറ്റും നന്നായി തണുത്തതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. കാരണം വിറ്റാമിൻ അസറ്റിയേറ്റ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ അത് ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫിനോക്സി നിങ്ങൾ ആവശ്യമില്ലെങ്കിൽ ആഡ് ചെയ്യണ്ട. അതേപോലെ തന്നെ നിങ്ങൾക്ക് കേടുവരാതിരിക്കാനാണ് ഫിനോക്സി പറഞ്ഞത്. മുടി സ്മൂത്തായിരിക്കാനും ഷൈനിങ് ആയിരിക്കാനൊക്കെയാണ് ഞാൻ വിറ്റാമിൻ അസറ്റിയേറ്റ് പറഞ്ഞത്. അപ്പോൾ ഇതാ നോർമൽ ഷാമ്പു ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം ഈ കേശവർദ്ധിനി നല്ല സ്മെല്ലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിലേക്ക് ഇനി ഫ്രാഗ്രൻസ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. CAPB ആഡ് ചെയ്യാൻ പറഞ്ഞത് ചെറിയ ചൂട് നിൽക്കുമ്പോൾ, ബാക്കിയെല്ലാം നന്നായി തണുത്തതിന് ശേഷം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാമ്പൂവിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഞാൻ ബോട്ടിലാക്കിയിട്ട് ബോട്ടിലിൻ്റെ ഫോട്ടോ ഇടാം. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഷാമ്പു 100% നാച്ചുറൽ ഷാമ്പു റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ ബോട്ടിലാക്കി വെച്ചേക്കുന്നത്. കണ്ടോ, ഈ കളറാണ് കിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ കളർ ആഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. സമയക്കുറവ് മൂലം നല്ല ഹെയർ ലോസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, മുടി നോക്കാൻ പറ്റാത്ത ആൾക്കാർ. പക്ഷേ ഇത് ഒരു വട്ടം ഉണ്ടാക്കി വെച്ചാൽ 1 മാസം വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പത വേണമെങ്കിൽ CAPB ആഡ് ചെയ്യാം. ഒരു 20 ml ഒക്കെ ആഡ് ചെയ്താൽ മതി. 1 കിലോ വരെ 20 ml ആഡ് ചെയ്താൽ മതി.